ഹലോ എവ്രി വൺ. സോ തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇത്. ഈ ഒരു വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് മാക്സിമം നോക്കാം. പറഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട്. ഓക്കെ, സോ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ആക്ച്വലി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടിയെടുക്കുക, അങ്ങനെയുള്ള ഒരു മൊഡ്യൂളാണ്. സോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റസ് ആൻഡ് സ്കെയിൽസ് ആണ്. രണ്ട് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സൈക്കോളജിക്കൽ ടെസ്റ്റസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇപ്പം നിങ്ങൾ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി. സോ നമ്മൾ ഫസ്റ്റ് എന്താണ് ടെസ്റ്റ് എന്നുള്ളത് നോക്കാം. സോ ടെസ്റ്റ് അക്കോർഡിംഗ് ടു ബീൻ 1953 പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ അനുസരിച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനെയർ ആലോചിച്ച് നോക്കാം കേട്ടോ. ആൻ ഓർഗനൈസ്ഡ് സക്സഷൻ ഓഫ് സ്റ്റിമുലൈ designed to measure quantitatively or evaluate qualitatively some mental process, trait or characteristics. ഇപ്പം ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് മെൻ്റൽ പ്രോസസ്സുകളെ അല്ലെങ്കിൽ നമ്മളുടെ ട്രൈറ്റ്സുകളെ, ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് ഫോമിലുള്ള അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സക്സഷൻ ഓഫ് സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് അതിലെ ഐറ്റംസിന് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു സ്പെസിഫിക് ഓർഡറിലായിരിക്കും അതുണ്ടാവുക. ആ ഒരു സ്റ്റിമുലൈ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് ഐറ്റംസിനെയാണ് കേട്ടോ. സോ അതിന് ഓർഗനൈസ്ഡ് സക്സഷൻ എന്ന് പറഞ്ഞാൽ സക്സസീവ് ലെവൽസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നമ്മൾ ഷേപ്പിംഗ് ഒക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒന്ന്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത്, അങ്ങനെ ആ ഒരു ഓർഡറിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. അതെന്തൊക്കെ? ടു മെഷർ ക്വാണ്ടിറ്റേറ്റീവ്ലി, നമ്മൾ അതിനെ ഒരു സ്കോർ വെച്ചിട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ക്വാളിറ്റേറ്റീവ്ലി. ഇപ്പം നമ്മൾ എങ്ങനെ പറയാം, ഇപ്പം IQൻ്റെ ഒരു ടെസ്റ്റാണ്, ഇൻ്റലിജൻസ് ടെസ്റ്റാണെന്ന് വിചാരിക്കുക. അത് നമ്മളൊരു സ്കോർ വെച്ചിട്ട് ഇപ്പോൾ 130 ആൾക്ക് IQ സ്കോർ കിട്ടി. അപ്പോൾ നമ്മൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ്. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യും? ക്വാളിറ്റേറ്റീവായിട്ട്. അപ്പോൾ 130 IQ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആണ്. സോ അതൊരു ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ പറയുന്ന സമയത്ത് സുപ്പീരിയർ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആണ്. സോ ദ സബ്ജക്റ്റ് ഹാസ് എ കപ്പാസിറ്റി ടു അല്ലെങ്കിൽ ഹൈ എബിലിറ്റി ടു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, റീസണിങ്, അങ്ങനെ നമ്മളിങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്വാളിറ്റേറ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാറുണ്ട്. സോ എന്തിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം? മെൻ്റൽ പ്രോസസ്സുകളെ ആവാം. സോ ചിലപ്പോൾ ഇൻ്റലിജൻസ് ആവാം, ആപ്റ്റിറ്റ്യൂഡ് ആവാം, ആറ്റിറ്റ്യൂഡ് ആവാം, എന്തെങ്കിലും ട്രൈറ്റ്, പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആവാം. ഇപ്പം എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ, അങ്ങനെയുള്ള പേഴ്സണാലിറ്റി വേരിയബിൾസിനെ ആവാം. സോ അതാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ബീൻ, എ ടെസ്റ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് സക്സഷൻ ഓഫ് സ്റ്റിമുലൈൻ്റെ ഒരു ഓർഗനൈസ്ഡ് സക്സസീവ് ആയിട്ടുള്ള സ്റ്റിമുലൈനെ ഒരു ഓർഗനൈസ്ഡ് ഫോമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു മെഷർ ക്വാണ്ടിറ്റേറ്റീവ്ലി ഓർ ഇവാലുവേറ്റ് ക്വാളിറ്റേറ്റീവ്ലി. ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ മെഷർ ചെയ്തിട്ട് അതിന് ക്വാളിറ്റേറ്റീവ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തിനെ? മെൻ്റൽ പ്രോസസ്സുകളെ, ട്രൈറ്റ്സുകളെ, ക്യാരക്ടറിസ്റ്റിക്സുകൾ. ഓക്കെ, സോ ഇതാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കപ്ലാൻ ആൻഡ് സാക്സോ 2001 സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇപ്പോൾ നോർമലി നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു, ഇനി ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഓർ എഡ്യൂക്കേഷണൽ ടെസ്റ്റ് ഈസ് എ സെറ്റ് ഓഫ് ഐറ്റം ഡിസൈൻ ടു മെഷർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ദാറ്റ് പെർട്ടൈൻ ടു ബിഹേവിയർ. സോ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഐറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടാവും വിച്ച് ആർ ഡിസൈൻ ടു മെഷർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. എസ്പെഷ്യലി നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബിഹേവിയർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഐറ്റംസ്, അതൊരു ഓർഗനൈസ്ഡ് ഫോമിൽ വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടെസ്റ്റ് എന്ന് പറയുക. സോ അക്കോർഡിംഗ് ടു കപ്ലാൻ, സൈക്കോളജിക്കൽ ടെസ്റ്റ് ഓർ എഡ്യൂക്കേഷണൽ ടെസ്റ്റ് ഇസ് എ സെറ്റ് ഓഫ് ഐറ്റംസ് ഡിസൈൻ ടു മെഷർ ക്യാരക്ടറിസ്റ്റിക്സ്. അത് ആ ഐറ്റംസ് എന്തിനെയാണ് ഡിസൈൻ ടു മെഷർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ദാറ്റ് പെർട്ടൈൻ ടു ബിഹേവിയർ. നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ഫോമിലുള്ള സെറ്റ് ഓഫ് ഐറ്റംസിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുക. ഇനി ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻസിൻ്റെ ഒക്കെ ബേസിൽ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ടെസ്റ്റസിന് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റസ് ആർ ഓർഗനൈസ്ഡ് സക്സഷൻ ഓഫ് സ്റ്റിമുലൈ. നമ്മൾ അതിലുള്ള ടെസ്റ്റസിലുള്ള ഐറ്റംസ് നമ്മൾ എങ്ങനെയായിരിക്കും ഓർഗനൈസ് ചെയ്തിട്ട് ഉണ്ടാവുക? സക്സസീവ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് ദ ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. നമ്മൾ ടെസ്റ്റിലുള്ള ഐറ്റംസ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ്സ്
അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ് ബേസ്ഡ് ഓൺ സം പ്രിൻസിപ്പിൾസ് ഓഫ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ. ഈ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മളൊരു ടെസ്റ്റിന് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലേ. സോ നമ്മളിപ്പം ജേർണൽ വർക്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അപ്പോൾ ആ പ്രോസസ്സിന് നമ്മൾ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്നാണ് പറയുക. സോ ഈ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലായിരിക്കും, ആ ഒരു ക്രൈറ്റീരിയാസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഒരു ലോജിക്കൽ സീക്വൻസ് വെച്ചിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. സോ അതൊരു ക്യാരക്ടറായിട്ട് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമ്മൾ ഫ്രം സൈക്കോളജിക്കൽ ടെസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ നാച്ചർ ഓഫ് ഐറ്റംസ് യൂസ്ഡ്. ആ ഐറ്റംസ് ഇപ്പോൾ എന്താണോ നമ്മൾ ക്വസ്റ്റ്യനറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതിൻ്റെ ബേസിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെഷറും കിട്ടും, അതേസമയം ക്വാളിറ്റേറ്റീവ് മെഷറും കിട്ടും. നമ്മൾ നേരത്തെ ഇൻ്റലിജൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സ്കോറും അതിലൊരു ക്വാളിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷനും നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ്. ആൻഡ് എ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ലിമിറ്റഡ് സാമ്പിൾ ഓഫ് ബിഹേവിയർ ആസ് ഇറ്റ് ഇമ്പോസിബിൾ ടു മെയിൻറ്റെയിൻ അക്യുറസി ഇൻ മെഷറിംഗ് ദ എൻറ്റയറിറ്റി ഓഫ് എ പേഴ്സൺസ് ബിഹേവിയർ. ഇപ്പോൾ നമ്മളൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ബേസിലുള്ളൊരു സ്കോറായിരിക്കും നമുക്ക് കിട്ടുക. സോ ആളുടെ ഇൻ്റലിജൻസ് എബിലിറ്റി ആയിരിക്കും നമ്മൾ അതിൽ മനസ്സിലാക്കാൻ പറ്റുക. അതല്ലാണ്ട് നമുക്ക് ഒരു ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു പേഴ്സൻ്റെ, ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓവറോൾ ബിഹേവിയർ, എൻ്റെ ആയിട്ടുള്ള ബിഹേവിയറോ ക്യാരക്ടേഴ്സോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ലിമിറ്റഡ് സാമ്പിൾ ഓഫ് ബിഹേവിയർ. നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ മാത്രമാണ് മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഇമ്പോസിബിൾ ടു മെയിൻറ്റെയിൻ അക്യുറസി ഇൻ മെഷറിംഗ് ദ എൻറ്റയറിറ്റി ഓഫ് എ പേഴ്സൺസ് ബിഹേവിയർ. സോ ഒരു ഓവറോൾ ആ പേഴ്സൻ്റെ ബിഹേവിയർ നമുക്ക് കിട്ടുന്നില്ല. റാദർ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ബിഹേവിയേഴ്സിനെ മാത്രമേ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ളൂ ത്രൂ സൈക്കോളജിക്കൽ ഓർ ടെസ്റ്റസിലൂടെ. ഓക്കെ, സോ സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂഷ്വലി പ്രൊവൈഡ് സ്കോർസ് ഓഫ് കാറ്റഗറീസ് വിച്ച് ആർ സബ്സിക്വൻ്റ്ലി ഇൻ്റർപ്രിറ്റബിൾ യൂസിങ് ദ റെഫറൻസ് സ്കോർസ് ഓൺ ദ സെയിം ടെസ്റ്റ് ഫ്രം എ സ്റ്റാൻഡർഡൈസേഷൻ സാമ്പിൾ. സോ നമ്മളിപ്പം ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കൽ മാനുവലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്കൊരു ടേബിൾ തരും, അതിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്കോർസും ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്കോർസ് അല്ലെങ്കിൽ ആ ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്ന സ്കോർസും കാറ്റഗറീസും ഒക്കെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സാമ്പിളിൻ്റെ ബേസിലായിരിക്കും. ദാറ്റ് മീൻസ് ഓൾറെഡി നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊരു പല സാമ്പിളിലും പഠിച്ച് അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളൊരു പർട്ടിക്കുലർ സ്കോർ കിട്ടുക. ഇപ്പോൾ നമ്മൾ സ്കോറിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ഫോർ മെയിൽ, ഫീമെയിൽ, ഹയർ എഡ്യൂക്കേഷൻ ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മെയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാറ്റഗറീസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ആ ഒരു സ്കോറിലാണ്, ഇപ്പോൾ നമ്മൾ ഏത് ഒരു കാറ്റഗറിയിലാണ് പെടുന്നത് അല്ലെങ്കിൽ നമ്മളെ സബ്ജക്റ്റ് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്, ആ ഒരു സ്കോറിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഇൻ്റർപ്രിട്ടേഷനും സ്കോറിങ്ങും ഒക്കെ ചെയ്യുക. അതിനർത്ഥം ഓൾറെഡി ആ ഒരു മാനുവലിലുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ സ്കോർ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സാമ്പിളിൽ ചെയ്തതിന് ശേഷം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സ്കോറായിരിക്കും. അപ്പം ആ ഒരു റെഫറൻസ് സ്കോർ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയാൻ പോകുന്നത് ടെസ്റ്റിങ്ങും അസസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. സോ ടെസ്റ്റും അസസ്മെൻറ്റും ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യുക, അസസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപോലെ തോന്നും. സോ ടെസ്റ്റിങ്ങും അസസ്മെൻറ്റും തമ്മിൽ എന്തുണ്ട്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ ടെസ്റ്റിംഗ് മേ ബി ഡിഫറൻഷിയേറ്റ് ഫ്രം അസസ്മെൻറ്റ് ആസ് ടെസ്റ്റിംഗ് ഈസ് മോർ ലിമിറ്റഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷനും സ്കോറിങ്ങും ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെസ്റ്റ് സ്കോഴ്സിൻ്റെ ബേസിലായിരിക്കും നമ്മളതൊക്കെ ചെയ്യുന്നുണ്ടാവുക. വേറെ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേമാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. കമ്പൈലേഷൻ ആൻഡ് സിന്തസിസ് ഓഫ് ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻ ടു മേക്ക് എ പ്രെഡിക്ഷൻ എബൌട്ട് ദ പേഴ്സൺ. അപ്പോൾ അസസ്മെൻ്റ് എന്ന് പറയുമ്പം കുറേ പ്രൊസീജിയേഴ്സിൻ്റെ അല്ലെങ്കിൽ കുറേ ക്രൈറ്റീരിയാസിൻ്റെ സ്കോഴ്സിൻ്റെ ഒക്കെ ബേസിൽ ആളുടെ അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ടൻറ്റിൻ്റെ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സണിനെ പറ്റിയിട്ട് ഒരു പ്രെഡിക്ഷൻ പോസിബിൾ ആക്കുന്ന അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും റിച്ച് ആയിട്ടുള്ള ഡാറ്റേൻ്റെ ബേസിലായിരിക്കും ഈ പ്രെഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ
പർട്ടിക്കുലർ ഫാക്ടർ മാത്രം, ഇപ്പോൾ ഇൻ്റലിജൻസ് അത് മാത്രമാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നു, അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു. ആ ടെസ്റ്റ് സ്കോറിൻ്റെ പകരം ആ ഒരു കാറ്റഗറിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഇൻഫോർമേഷൻ്റെ കമ്പൈലേഷൻ, അതിലൂടെ നമ്മൾ കുറേ ഇൻഫോർമേഷൻ കിട്ടിയതിന് ശേഷം അതിലൂടെ ഒരു പേഴ്സൻ്റെ ഓവറോൾ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. സോ ഇതാണ് ടെസ്റ്റിങ്ങും അസസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റസ് ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ പോലെ ഒരുപാട് ക്രൈറ്റീരിയൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുക. അപ്പോൾ ടെസ്റ്റസ് ഇതൊക്കെ നിങ്ങൾ കേട്ടറിഞ്ഞ ടെസ്റ്റസ് ആയിരിക്കും. അപ്പം ബേസ്ഡ് ഓൺ ദി അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻസ്, നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ്റെ ബേസിൽ ദർ ആർ 2 types of tests. One is individual tests and another one is group tests. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അഡ്മിനിസ്റ്റേർഡ് ടു വൺ ഇൻഡിവിജ്വൽ അറ്റ് എ ടൈം. ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സമയം ഒരു ഇൻഡിവിജ്വൽ, ഒരു റെസ്പോണ്ടൻറ്റ് മാത്രം അല്ലെങ്കിൽ ആൾക്ക് മാത്രം നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് ടെസ്റ്റ് ഈസ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. അതായത് ഒരു സമയം അറ്റ് എ ടൈം ഒരു സമയം നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ ടെസ്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം നമ്മൾ മോർ ദാൻ വൺ ഇൻഡിവിജ്വലിനെ ചെയ്യുന്ന, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരേ സമയം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഗ്രൂപ്പ് ടെസ്റ്റ്. സോ അഡ്മിനിസ്റ്റേർഡ് ടു മോർ ദാൻ വൺ പേഴ്സൺ അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് administered to one individual at a time. Group test means administered to more than one person at a time. Okay, administered to more than one person at a time. And second category on the basis of scoring criteria. Scoring criteria ൻ്റെ ബേസിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ പറയുന്നുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവ് ടെസ്റ്റും രണ്ടാമത്തെ സബ്ജക്റ്റീവ് ടെസ്റ്റും. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഇപ്പോൾ ഒരു MCQ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അതിലിപ്പോൾ സ്കോറിംഗ് ക്രൈറ്റീരിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയാവുന്നത് ഫസ്റ്റ് ഒരു ഫിക്സ്ഡ് ആൻസർ കറക്റ്റ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ടെസ്റ്റ്, അതുപോലെ തന്നെ മാച്ചിങ് ഐറ്റം ടെസ്റ്റ്, ഇതിനൊക്കെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള സ്കോറിംഗ് ക്രൈറ്റീരിയ ഉണ്ടാവും. സോ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആവില്ല. അതായത് ഇപ്പോൾ സബ്ജക്റ്റുകൾ തമ്മിൽ സ്കോറിംഗ് ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആവില്ല, യൂണീക്ക് ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. സോ സ്കോർഡ് ഇൻ എ മാനർ ദാറ്റ് does not scored in a manner that does not allow intersubjective differences. സബ്ജക്റ്റ് നമ്മൾ സ്കോറിങ്ങിന് എന്തുണ്ടാവില്ല, ഡിഫറൻസ് ഉണ്ടാവില്ല. among scores to affect the scores of the participant. For example, MCQ question, true or false questions, test and matching item test. ഒക്കെ ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സബ്ജക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു വേരിയേഷൻസ് സ്കോറിങ്ങിൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു എസ്സേ ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പല രീതിയിലായിരിക്കും പറയുക. സോ അതിൽ നമ്മൾ സബ്ജക്റ്റീവ് ബയാസസും പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അതിൽ എഫക്റ്റ് ചെയ്തിട്ട് പല സബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കോറിംഗ് മെത്തേഡ്സ് ആയിരിക്കും. സോ സ്കോർഡ് ഇൻ എ മാനർ ദാറ്റ് അലോ സ്കോർ ഫോർ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഒപ്പീനിയൻ. സബ്ജക്റ്റീവ് ജഡ്ജ്മെൻ്റ് ഒക്കെ അതിൽ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ സബ്ജക്റ്റീവ് ടെസ്റ്റസിന് എക്സാമ്പിളാണ് എസ്സേ ടെസ്റ്റസ് ഓർ ഫ്രീ ആൻസർ ടെസ്റ്റസ്. നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനെയർ ഒക്കെ പറയില്ല, ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിന് സ്കോർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസ് പല രീതിയിലായിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യുക. അതിനനുസരിച്ച് സ്കോറിങ്ങിലും മാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ടൈം ലിമിറ്റ് ഇൻ റെസ്പോണ്ടിങ്. അതായത് ടൈം ലിമിറ്റിൻ്റെ ബേസിൽ നമ്മൾ എത്ര ടൈം എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ടൈം ലിമിറ്റിൻ്റെ ബേസിൽ എന്താ നമ്മൾ ടെസ്റ്റസിനെ എന്ത് ചെയ്യാണ്, നമ്മൾ ടെസ്റ്റസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 ടൈപ്സ് ആയിട്ടാണ്. സോ ബേസ്ഡ് ഓൺ ദി ടൈം ലിമിറ്റ് ഓഫ് റെസ്പോണ്ടിങ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ടെസ്റ്റസ്. വൺ ഈസ് പവർ ടെസ്റ്റ്. പവർ ടെസ്റ്റ് എന്ന് പറയുമ്പം അവിടെ ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ പവർ ടെസ്റ്റ് ഉണ്ടാവും, ചില സമയത്ത് ഒരു ടൈം ലിമിറ്റൊന്നും ഇല്ലാത്ത ടെസ്റ്റ് ആവാം. സോ പവർ ടെസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈം ലിമിറ്റ് ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം. പക്ഷേ നമ്മൾ ആൻസർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് നോളജ്, അതായത് എത്രത്തോളം റെസ്പോണ്ടൻസിന് നോളജ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അറിയാം എന്നതിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ വരിക. ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മേ ബി ചിലപ്പം പവർ ടെസ്റ്റാണ്, അതിൽ ടൈം ലിമിറ്റ് ഉണ്ടാവാം. ചിലപ്പോൾ 30 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവില്ല. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ
ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആദ്യം മുതൽ, അതായത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്തോറും അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം ആദ്യം പവർ ടെസ്റ്റുകൾ പൊതുവെ ഇങ്ങനെ ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിരിക്കും, രണ്ടാമത്തെ കുറച്ചും കൂടെ അതിനെ കുറച്ചും കൂടെ ടഫായിരിക്കും. പിന്നെ കൂടുന്തോറും അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി വരുന്ന ക്വസ്റ്റ്യനെയർ ആയിരിക്കും. ഇപ്പം നമ്മൾ GK ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ. അപ്പം അതിന് ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റുള്ള ടെസ്റ്റുകളുണ്ട്, ഇല്ലാത്ത ടെസ്റ്റുകളുണ്ട്. പക്ഷേ ഇവിടെ ഓവറോൾ ആയിട്ട് നോക്കുക എന്താണെന്ന് വെച്ചാൽ, so that the most examinees are able to attempt every item and judge respondents based on the amount of knowledge or information they have. സോ അവിടെ അത്യാവശ്യം ടൈം കിട്ടും, പക്ഷേ എത്രത്തോളം ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളജ് അവർക്ക് ഉണ്ട്, റെസ്പോണ്ടൻസിന് ഉണ്ട് എന്നുള്ളതായിരിക്കും നമ്മളവിടെ നോക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇനി അടുത്ത ടെസ്റ്റ് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാവ് സിവിയർ ടൈം ലിമിറ്റ് ഉണ്ട്. അതായത് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഇത്ര ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ പവർ ടെസ്റ്റിന് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഐറ്റംസ് റിലേറ്റീവ്ലി ഈസിയർ ഐറ്റംസ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, നമ്മളുടെ എന്താ DATയിലൊക്കെ എന്തായിരുന്നു അത്, വെർബൽ അക്യുറസി, പെർസെപ്ച്വൽ സ്പീഡ് ആൻഡ് അക്യുറസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ. അതിലൊക്കെ ഇപ്പം 1 2 ABCD അല്ലെങ്കിൽ CAQ, അതിൽ നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ ലെറ്റർ മാത്രം സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരികയാണ്, നമ്മളുടെ ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷനിൽ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ABCD, അതായത് ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടാവും, അതിൽ AEIOU അല്ലെങ്കിൽ A മാത്രം കട്ട് ചെയ്തിട്ട് പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് റിലേറ്റീവ്ലി എല്ലായിടത്തും സിമിലർ ആയിരിക്കും. അതിൽ നമ്മൾ 1 മിനിറ്റിൽ എത്രണ്ണം ക്രോസ് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുക. സോ അപ്പോൾ ഐറ്റംസ് റിലേറ്റീവ്ലി ഈസിയർ ആയിരിക്കും. ഇപ്പോൾ കുറേ ലെറ്റേഴ്സിൽ നിന്ന് A മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു ഈസിയർ ടാസ്ക് ആയിരിക്കും. പക്ഷേ അത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ഇത് തീർക്കണം. എത്ര തീർക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കും നോക്കുക. സോ ഇവിടെ ഇറ്റ് ഈസ് അറ്റംപ്റ്റ് ടു ജഡ്ജ് ദ സ്പീഡ് ഓഫ് ടെസ്റ്റീസ്. നമ്മൾ ടെസ്റ്റീസിൻ്റെ സ്പീഡാണ് ഇവിടെ നോക്കുക, ബേസ്ഡ് ഓൺ ദി സിവിയർ ടൈം ലിമിറ്റ്. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് ഹൗ മെനി ഐറ്റംസ് ദേ ആർ ഏബിൾ ടു റെസ്പോണ്ട്. പവർ ടെസ്റ്റ് പറയുമ്പോൾ എത്രത്തോളം കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹൗ മെനി ഐറ്റംസ് ദേ ആർ ഏബിൾ ടു റെസ്പോണ്ട് വിത്തിൻ ദ ഗിവൺ ടൈം ലിമിറ്റ്. ഒരു ഗിവൺ ടൈം ലിമിറ്റിൽ 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്രത്തോളം റെസ്പോണ്ടൻസിന് ഇത് ആൻസർ ചെയ്യാൻ പറ്റി, എത്ര ആൻസർ ചെയ്യാൻ പറ്റി, ആ ഒരു ക്വാണ്ടിറ്റിക്കാണ്. അല്ലെങ്കിൽ ഹൗ മെനി ഐറ്റംസ് ദേ ആർ ഏബിൾ ടു റെസ്പോണ്ട് ടു വിത്തിൻ എ ഗിവൺ ടൈം ലിമിറ്റ്. ഇതാണ് നമ്മൾ സ്പീഡ് ടെസ്റ്റിൽ നോക്കുക. സോ പവർ ടെസ്റ്റിൽ ടൈം ലിമിറ്റ് ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം. അതിൻ്റെ ഇതിൽ കുറച്ചും കൂടെ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള ആൻസർ എത്രത്തോളം ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഐറ്റംസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തു എന്നുള്ളതാണ് സ്പീഡ് ടെസ്റ്റിൽ നോക്കുക. സോ പവർ ടെസ്റ്റും സ്പീഡ് ടെസ്റ്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഐറ്റംസ് ഇൻ ദ ടെസ്റ്റ്. നമ്മളുടെ ടെസ്റ്റിലെ ഐറ്റംസിൻ്റെ നാച്ചറിൻ്റെ ബേസിൽ, എങ്ങനെയുള്ള ഐറ്റമാണ് എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് വെർബൽ ടെസ്റ്റ്, രണ്ടാമത്തെ നോൺ വെർബൽ, പെർഫോമൻസ് ആൻഡ് നോൺ ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഈ ഒരു പേരിൽ തന്നെ ഉണ്ട് ആക്ച്വലി. സോ വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മെയിനായിട്ടും അതിൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടാവും. റീഡിങ്, റൈറ്റിംഗ്, ഓറൽ എക്സ്പ്രഷൻ ഓഫ് ലാംഗ്വേജ് ഉള്ള ടെസ്റ്റുകളെയാണ്, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റീഡിങ്, റൈറ്റിംഗ്, ലാംഗ്വേജ് ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ വെർബൽ ടെസ്റ്റ് എന്ന് പറയുക. സോ മെഹത്ത ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന സാധാ ക്വസ്റ്റ്യനേഴ്സ് പൊതുവേ നമുക്ക് എന്തെങ്കിലും പറയാം. നമ്മൾ റീഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ടാണ്. ഇപ്പം MMPI 16PF ഇത് നിങ്ങൾ ക്വസ്റ്റ്യനെയർ വായിക്കുന്നു, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിന് ആൻസർ ഇടുന്നു, അങ്ങനെയാണല്ലോ. സോ ഇത് എക്സ്പ്രഷൻ ഓഫ് ലാംഗ്വേജ് ആസ് എ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വായിച്ചിട്ട് അത് എഴുതിയിട്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് വെർബൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ ആ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ
അങ്ങനെയുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ വെർബൽ ടെസ്റ്റസ്. ഫോർ എക്സാമ്പിൾ മെഹ്ത്ത ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ വെർബൽ ടെസ്റ്റ്. നോൺ വെർബൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കുറച്ചും കൂടെ ലാംഗ്വേജിന് പകരം അവിടെ നമ്മൾ എംഫസൈസ് ദ യൂസ് ഓഫ് സിംബോൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഫിഗേഴ്സ്, സൈൻസോ അല്ലെങ്കിൽ ഫിഗേഴ്സ്, പിക്ചേഴ്സോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്, നമ്മളെ APM, അതുപോലെ തന്നെ APMലൊക്കെ എന്താണ് കുറേ പാറ്റേൺസ് ആയിരിക്കും. അതിൽ നമ്മൾ കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തത് ഏതായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാനുണ്ടാവുക. സോ APM ഏറ്റവും കറക്റ്റായിട്ടുള്ളത് പിക്ചറിൽ നിന്ന് സെലക്ട് ചെയ്യാൻ. APM, SPM, CPM ഇതൊക്കെ നോൺ വെർബൽ ടെസ്റ്റസിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, നമ്മൾ റെസ്പോണ്ടൻസ് അല്ലെങ്കിൽ എക്സാമിനേഴ്സ് ഒരു ടാസ്ക് പെർഫോം ചെയ്യണം. പെർഫോം ചെയ്തിട്ടുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുക. കോഴ്സ് ബ്ലോക്ക് ടെസ്റ്റ്, ബാട്ടിയ ടെസ്റ്റ്, ബാറ്ററി, അങ്ങനെ നമുക്കൊരു പെർഫോമൻസ്, നമ്മളൊരു ടാസ്ക് ചെയ്തിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോഴ്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ഒക്കെ എന്താ, നമ്മൾ സെക്കൻഡ് ഫോം ബോർഡ് ടെസ്റ്റ്. സെക്കൻഡ് ഫോം ബോർഡ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ വുഡൻ ബ്ലോക്സ് നമ്മളങ്ങനെ ഒരു പെർഫോമൻസ് അവിടെ ഉണ്ട്, ഒരു ടാസ്ക് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ബാറ്റിയ ഒക്കെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ കോഴ്സ് ബ്ലോക്ക് ഡിസൈൻ, സെക്കൻഡ് ഫോം ടെസ്റ്റ്, ബാറ്ററി ഓഫ് ഇൻ്റലിജൻസ്, ഇതൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ഇനി നോൺ ലാംഗ്വേജ് ടെസ്റ്റാണ്. ലാംഗ്വേജ് തീരെ യൂസ് ചെയ്യാണ്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് നോൺ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുക. യൂസ് നോ ഫോം ഓഫ് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് ഓർ ആൻസേഴ്സ് ഫോർ ദ ടെസ്റ്റ്. നമ്മൾ ക്വസ്റ്റ്യനിങ്ങിനോ ആൻസറിങ്ങിനോ ഒരു തരത്തിലുള്ള ലാംഗ്വേജും യൂസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ മെയ്സ് ലേണിംഗ് ടെസ്റ്റ് ഓൺ റാറ്റ്. മെയ്സ് ലേണിംഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ മെയ്സസ് ഒരു അവരുടെ പാത്തിലൂടെ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, മെയ്സ് ലേണിംഗ് എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ആ ഒരു ടെസ്റ്റിനെ നമുക്ക് നോൺ ലാംഗ്വേജ് ടെസ്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയൻ്റെ ബേസിലാണ് നമ്മൾ ടെസ്റ്റസുകൾ പറയാറുള്ളത്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ, ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ടെസ്റ്റ്, ബേസ്ഡ് ഓൺ ദി സ്കോറിംഗ് ക്രൈറ്റീരിയ, ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ്, ഓൺ ദി ബേസിസ് ഓഫ് ടൈം ലിമിറ്റ്, പവർ ടെസ്റ്റ്, സ്പീഡ് ടെസ്റ്റ്, ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഐറ്റംസ് ഇൻ ദ ടെസ്റ്റ്, വെർബൽ ടെസ്റ്റ്, നോൺ വെർബൽ, പെർഫോമൻസ് ആൻഡ് നോൺ ലാംഗ്വേജ് ടെസ്റ്റസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. നിങ്ങൾ റിലയബിലിറ്റി കേട്ടിട്ടുണ്ടാവും, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഇതൊക്കെ എന്താണെന്നുള്ളത് ഒന്നും കൂടെ ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഫസ്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സബ്ജക്റ്റിവിറ്റീൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. സോ ഒരു ഗുഡ് ടെസ്റ്റ്, ഒരു നല്ല ടെസ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഫ്രീ ഫ്രം സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും സബ്ജക്റ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെന്ത് ചെയ്യുക, ഡിഫറൻസ് ഉണ്ടാവുക. സച്ച് ദാറ്റ് ദ എക്സ്പേർട്ട് എഗ്രി ഓൺ ദ മീനിങ് ഓഫ് ദ ഐറ്റംസ് ആൻഡ് ദ മാനർ ഓഫ് സ്കോറിംഗ് ടെസ്റ്റ്. സോ ഒരു ഗുഡ് ടെസ്റ്റ് എങ്ങനെയായിരിക്കണം, സബ്ജക്റ്റീവായിട്ടുള്ള ബയാസസിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള സ്കോറിംഗ് ക്രൈറ്റീരിയ ഉണ്ടാവും, ആൻസർ ഉണ്ടാവും. നമ്മൾ MCQ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ആണ് ആൻസർ. എന്നാൽ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ച് എസ്സേ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ സബ്ജക്റ്റിവിറ്റി ഒഴിവാക്കിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകൾ ആയിരിക്കണം ഒരു ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എ ഗുഡ് ടെസ്റ്റ് മസ്റ്റ് ബി റിലയബിൾ. ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ് സിമിലർ സ്കോർസ് ഓൺ ദി റീ അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ സർട്ടൻ ടൈം ഗ്രാഫ് ഓർ സിമിലർ സ്കോർസ് ഓൺ സിമിലർ ഐറ്റം ഇൻ എ ടെസ്റ്റ് or similar scores on a parallel forms of the test. Reliability എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി നമ്മൾ പറയാറുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ഒരുപോലെ ഈക്വൽ ആയിരിക്കുക എന്നുള്ളതാണ്. സോ റിലയബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു ഗുഡ് ടെസ്റ്റ്, ഒരു നല്ല ടെസ്റ്റ് എപ്പോഴും മസ്റ്റ് ബി റിലയബിൾ അല്ലെങ്കിൽ പോസസ് റിലയബിലിറ്റി ഓർ കൺസിസ്റ്റൻസി. ദാറ്റ് മീൻസ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റ് ഇപ്പം ഒരു ടെസ്റ്റ് നമ്മൾ
ഒരു പർട്ടിക്കുലർ സാമ്പിളിന്, അതായത് ഇപ്പോൾ നമ്മളെ ക്ലാസ്സിലുള്ള 10 കുട്ടികൾക്ക് ചെയ്തു. ആ ഒരു ടെസ്റ്റ് 10 കുട്ടികൾക്ക് ചെയ്ത സമയത്തുള്ള റിസൾട്ട് തന്നെ ആയിരിക്കണം ആ ടെസ്റ്റ് നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് ആ സെയിം സാമ്പിളിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഒരു നല്ല ടെസ്റ്റ് മാത്രമേ ഹൈലി റിലയബിൾ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ അത്രത്തോളം റിലയബിലിറ്റി കിട്ടുള്ളൂ. സോ ഒരു നല്ല ടെസ്റ്റിന് എന്ത് വേണമെന്നാണ് പറയുന്നത്? റിലയബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ടെസ്റ്റ് വീണ്ടും റീ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും റീ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമിലർ റിസൾട്ട് ആയിരിക്കണം, സിമിലർ സ്കോർസ് ആയിരിക്കണം കിട്ടേണ്ടത്. അത് പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സിമിലർ സ്കോർസും സിമിലർ ഐറ്റം, ഇപ്പം ഒന്നാമത്തെ ഐറ്റത്തിന് ഒരു സ്കോർ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ഐറ്റത്തിന് ഒരു സ്കോർ തന്നെ കിട്ടണം. ഓക്കെ, ഇനി ഓർ സിമിലർ സ്കോർസ് ഓൺ പാരലൽ ഫോം ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ ആ ഒരു സ്കോറിന് പോലെയുള്ള അതുപോലത്തെ ടെസ്റ്റിൽ നമുക്ക് ഒരുപോലെയുള്ള റിസൾട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. ഇനി അടുത്തതാണ് വാലിഡിറ്റി. വാലിഡിറ്റി ഈസ് ദ ഡിഗ്രി ടു വാട്ട് ഇസ് ദ ടെസ്റ്റ് ഇൻറ്റൻഡഡ് ടു മെഷർ. ഓക്കെ, ദാറ്റ് മീൻസ് വാലിഡിറ്റി എന്ന് പറയുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒരു കാര്യത്തിന് മെഷർ ചെയ്യാനായിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ആ ഒരു ടെസ്റ്റ്, ഇപ്പം ഇൻ്റലിജൻസിൻ്റെ ഒരു ടെസ്റ്റ് ഇൻ്റലിജൻസ് തന്നെയാണോ മെഷർ ചെയ്യുന്നത്? ഇൻ്റലിജൻസിൻ്റെ ഒരു ടെസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് ഇൻ്റലിജൻസിനെ തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഡിഗ്രീനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയാം. എ ഗുഡ് ടെസ്റ്റ് മസ്റ്റ് ബി വാലിഡ് ദാറ്റ് ഷുഡ് മെഷർ വാട്ട് ഇറ്റ് വാസ് ഡിസൈൻ ടു മെഷർ. ആ ഒരു ടെസ്റ്റ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് തന്നെയല്ലേ മെഷർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡിഗ്രീനെയാണ് വാലിഡിറ്റി. ഇപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റിൽ വേറെ പേഴ്സണാലിറ്റീൻ്റെ മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ വാലിഡിറ്റി ഹൈ വാലിഡ് ആണെന്ന് പറയുന്ന അർത്ഥം അത് പക്ക അതിൽ പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്റ്റിനെ മാത്രമാണ് മെഷർ ചെയ്യുന്നത്. സോ വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. സോ വെൻ കമ്പയർഡ് വിത്ത് സം outside criterion for the measurement of the same measure. സോ വാലിഡിറ്റീൻ്റെ മെഷർ ചെയ്യാൻ കുറേ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അടുത്തതാണ് നോംസ്. എ ഗുഡ് ടെസ്റ്റ് മസ്റ്റ് ഹാവ് ഗുഡ് ഫോംസ് ഫോർ സ്കോറിങ്. ഇപ്പോൾ നമ്മൾ സ്കോറിങ് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. സോ സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. അതുപോലെ നോംസിൻ്റെ ബേസിലാണ് നമ്മൾ പൊതുവേ ചെയ്യുക. ആ നോംസിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റുകൾ സ്കോറിങ് ചെയ്യുന്നത്. സോ ഒരു നല്ല ടെസ്റ്റിന് നല്ല നോംസും കാര്യങ്ങളൊക്കെ വേണം ഫോർ സ്കോറിങ്. ഓക്കെ, എ ഗുഡ് ടെസ്റ്റ് മസ്റ്റ് ഹാവ് ഗുഡ് നോംസ് ഫോർ സ്കോറിങ് വിച്ച് റെഫേഴ്സ് ടു ദ നോംസ് എന്ന് പറഞ്ഞാൽ വിച്ച് റെഫേഴ്സ് ടു ദ ആവറേജ് പെർഫോമൻസ് ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഓൺ ദ ടെസ്റ്റ്. ഇപ്പം നമ്മളുടെ ഇപ്പോൾ ഒരു കുട്ടികളുടെ ഒരു ടെസ്റ്റ് ആണെങ്കിൽ ഒരു കുട്ടികളുടെ സാമ്പിളിൽ അവരുടെ ഒരു ആവറേജ് പെർഫോമൻസിന് അവരുടെ ഇപ്പോൾ ഒരു കുട്ടികളുടെ ഒരു ടെസ്റ്റ് ഓൾറെഡി ചെയ്ത് അതിലുള്ള ഒരു ആവറേജ് പെർഫോമൻസിൻ്റെ സ്കോറിങ്ങിൻ്റെ ബേസിലായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ, ഇപ്പോൾ നമ്മൾ CPM ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സ്കോർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നോം സ്കോറിൻ്റെ ബേസിലായിരിക്കും നമ്മൾ സ്കോർ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ CPM ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളിലാണല്ലോ ചെയ്യുക. സോ കുട്ടികളിൽ നമുക്ക് കിട്ടിയ സ്കോർ നമ്മൾ കമ്പയർ ചെയ്യുക എപ്പോഴും ആ ഒരു ടെസ്റ്റിൻ്റെ ഒരു നോം സ്കോർ ഉണ്ടാവും. ഓൾറെഡി ഒരു സാമ്പിളിൽ ഇതുപോലെയുള്ള ഒരു സാമ്പിളിൽ ചെയ്തിട്ട് അവരുടെ ആവറേജ് പെർഫോമൻസിൻ്റെ വെച്ചിട്ട് ഒരു സ്കോർ ഉണ്ടാവും. അപ്പോൾ അതിന് റെഫറൻസ് സ്കോർ ആക്കിയിട്ടായിരിക്കും നമ്മളതിനെ കമ്പയർ ചെയ്യുക. സോ നല്ലൊരു ടെസ്റ്റിന് നല്ലൊരു നോം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഫോർ സ്കോറിങ്. ആൻഡ് അടുത്തതാണ് പ്രാക്ടിക്കബിലിറ്റി ആൻഡ് യൂസബിലിറ്റി. എ ഗുഡ് ടെസ്റ്റ് ഷുഡ് ബി പ്രാക്ടിക്കബിൾ, യൂസബിൾ ഇൻ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് അപ്രോപ്രിയേറ്റ് ലെങ്ത്, അപ്രോപ്രിയേറ്റ് സ്കോറിങ് പ്രൊസീജിയർ ആൻഡ് പ്രോപ്പർ ടൈം ലിമിറ്റ്സ് പ്രൊവൈഡഡ്. അപ്പം ഒരു ടെസ്റ്റ് എപ്പോഴും നമ്മൾ പ്രാക്ടിക്കബിൾ ആയിരിക്കണം, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒരു അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവരുത് എന്നുള്ളതാണ്. സോ ഇറ്റ് ഷുഡ് ഹാവ് അപ്രോപ്രിയേറ്റ് ലെങ്ത്ത്, അതിന് പ്രോപ്പർ ലെങ്ത്ത്. ഭയങ്കര വലിയ ടെസ്റ്റ് 150, 350, 450 ക്വസ്റ്റ്യൻ ഐറ്റംസ് ഉള്ള ഒരു ടെസ്റ്റ് അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല. ആൻഡ് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സ്കോറിങ് പ്രൊസീജിയേഴ്സ് അതും നല്ലൊരു കാര്യമല്ല. ആൻഡ് പ്രോപ്പർ ടൈം ലിമിറ്റ് പ്രൊവൈഡ്, കറക്റ്റായിട്ടുള്ള ടൈം ലിമിറ്റൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് എല്ലാം കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടെസ്റ്റാണ് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആവുക ആൻഡ് പ്രാക്ടിക്കബിൾ ആവുക. സോ അതൊക്കെ നോക്കിയിട്ടുള്ള അങ്ങനെയുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്രൈറ്റീരിയയിലാണ് നമ്മൾ ഗുഡ് ടെസ്റ്റ് ആണോ ഒരു നല്ല ടെസ്റ്റ് ആണോ എന്ന് നമ്മൾ പറയാം. സോ
അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റിൽ നമ്മൾ ഒബ്ജക്റ്റിവിറ്റി റിലയബിലിറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രൈറ്റീരിയം റിലയബിലിറ്റി ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി കാര്യങ്ങൾ കൂടെ എഴുതാം. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ വാലിഡിറ്റി ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്, ഡിഫറെൻറ്റ് കാറ്റഗറീസിലുണ്ട്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കൺസ്ട്രക്ട് വാലിഡിറ്റി, ക്രൈറ്റീരിയം വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നോംസ്, പ്രാക്ടിക്കബിലിറ്റി, ഇത്രയാണ് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ജനറൽ സ്റ്റെപ്സ് ഓഫ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. ദെൻ യൂസസ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റും സൈക്കോളജിക്കൽ സ്കെയിൽസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലും കൂടെ പറഞ്ഞതിന് ശേഷം ഈ ഒരു മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.